Hello guys, welcome back to my YouTube channel. 555 Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിൻ്റെ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ദിവസം തന്നെ ഈ വ്യക്തിയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ചില പുതിയ വഴിത്തിരിവുകൾ ഈ പ്രണയബന്ധത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സന്റെ എനർജി ഇപ്പോൾ പറയുന്നത്, നിങ്ങളോടുള്ള ഇന്റൻഷൻ എന്താണ് ഓവറോൾ എനർജി, ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ രണ്ട് എനർജിയിലേക്ക് നോക്കാം. ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ട് കാർഡ്സ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്, കുറച്ച് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടും കൂടെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. യെസ്, ഈവിൽ ക്യൂൺ ദ നമ്പർ 2 ആണ് കിട്ടിയിട്ടുള്ളത്. യു ഡിസേർവ് ഷുഗർ നോട്ട് സോൾട്ട് എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ചധികം ഒരു ഈവിൾ എനർജി നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ബാധിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈവിൾ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഭൂരിഭാഗം പ്രശ്നങ്ങളും വന്നുപെട്ടിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് അതൊരു നെഗറ്റീവ് എനർജി പോലെ, അല്ലെങ്കിൽ ശത്രുദോഷം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാപം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി പ്രത്യേകിച്ച് നെഗറ്റിവിറ്റി ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്ന് തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ടു പേർക്കും തിരിച്ചറിയുന്നില്ലായിരിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങളുടെ മനസ്സ് വളരെയധികം പരിശുദ്ധമാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തകളൊക്കെ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഈ പേഴ്സന് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ആ ഒരു നെഗറ്റീവ് എനർജി എന്താണോ അതിനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അതായത് ഈ റിലേഷൻഷിപ്പിൽ പലവർക്കും മനസ്സിലാകില്ല എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് സക്സസ് ആകാതെ പോകുന്നത് എന്നുള്ളത്. അതിപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം മാത്രമല്ല, ഏത് കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും അത് നല്ല രീതിയിൽ സക്സസ് ആകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കാനും അതിന്റെ പ്രധാന പ്രശ്നം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് സോൾവ് ചെയ്യാനും എല്ലാവരെ കൊണ്ടും സാധിക്കണമെന്നില്ല. ഭൂരിഭാഗം മനുഷ്യരും ഈ ഭൂമിയിൽ ചെയ്യുന്നത് തന്നെ കൊണ്ട് കഴിയാത്ത കാര്യം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകാം. അങ്ങനെയാണ് ഭൂരിഭാഗം മനുഷ്യരും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ പേഴ്സണിലേക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജീസിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ചിന്താഗതി ഈ പേഴ്സൺ അറിഞ്ഞു, അല്ലെങ്കിൽ ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് ഒരു ചിലപ്പോൾ ഈ പേഴ്സന്റെ ഒരു തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ആയിട്ടുണ്ടാകാം, ക്രൗൺ ചക്ര, അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഈ പേഴ്സണിലേക്ക് വന്നിട്ടുണ്ടാകാം. അങ്ങനെ വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള അതിപ്പോൾ എന്താ പറയുക, ഒരു നെഗറ്റീവ് എനർജി കൂടോത്രം, അല്ലെങ്കിൽ ഒരു ദൃഷ്ടിദോഷം, ശത്രുദോഷം, ഇത്തരം കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും പുറത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുള്ളത് ഈ റീഡിംഗ് കാണുന്ന നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ ആണ്. ഓക്കെ, അങ്ങനെയാണ്. കാരണം ഈ പേഴ്സന്റെ എനർജിയിലാണ് നമ്മൾ ഈ ഒരു കാർഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഈവിൾ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇത്തരം ഒരു നെഗറ്റീവ് എനർജി മനസ്സിലാക്കുകയും അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട്, കാരണം ഈ ഒരു നെഗറ്റീവ് എനർജിയെ എങ്ങനെയെങ്കിലും മറികടന്നേ പറ്റുകയുള്ളൂ. മറികടന്നുകൊണ്ട് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മളിലേക്ക് വന്നിരിക്കുന്ന നെഗറ്റീവ് എനർജി എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മാത്രം പരിശ്രമിച്ചാലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ പേഴ്സൺ അത് കണ്ടുപിടിച്ചു എന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ പേഴ്സന്റെ റിലേറ്റീവ് തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ അത് റാൻഡം ആയിട്ട് യൂണിവേഴ്സ് തോന്നിപ്പിച്ചതും ആകാം.
ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം, ആ ഒരു എനർജീനെ എങ്ങനെയെങ്കിലും മറികടക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ ഈ വ്യക്തിയിലേക്ക് കടന്നു വരുന്ന ഒരു മനോഭാവം എന്താണെന്ന് പറഞ്ഞാൽ വളരെയധികം മെച്യൂരിറ്റി വരുന്നുണ്ട്. കാരണം ഇത്രയും കാലം ഈ പേഴ്സൺ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മെന്റാലിറ്റിയാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി, പക്വത, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അറിവ്, ഒരു ഉൾജ്ഞാനം, ഇൻഡ്യൂഷൻ, അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു കണക്ഷൻ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തി പലപ്പോഴും നിങ്ങളെ ആയിരിക്കാം കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവുന്നത്. നിങ്ങൾ കാരണമാണ്, നിങ്ങളുടെ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ നിന്റെ കാരണമാണ് എന്നുള്ള രീതിയിലായിരിക്കും ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ ആയിരിക്കും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നുമൊക്കെ മാറി ഈ പേഴ്സൺ ഒരു പോസിറ്റിവിറ്റി എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു നെഗറ്റീവ് എനർജി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. മനസ്സിലായോ? ഈ സെയിം എനർജിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ കോൺഫിഡൻസ് ആണ്, ഇറ്റ് കംസ് വിത്ത് ടൈം ആൻഡ് പ്രാക്ടീസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു ലേഡി ഇരിക്കുന്നത് കാണാം. ഈ ലേഡിയുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം വളരെ സന്തോഷത്തിലും കോൺഫിഡൻസ് ആയിട്ടൊന്നുമല്ല ഇരിക്കുന്നത്. ആള് നല്ല രീതിയിൽ പേടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ? നമുക്ക് ആ ഫേസ് കണ്ടറിയാം, പേടിച്ച് ചുരുണ്ടു മൂടിയിരിക്കുന്ന പോലെയാണ്. ആൻഡ് ഓൾസോ അരികത്ത് തന്നെ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിന്റെ ഉള്ളിൽ ഒരു മൂർച്ചയേറിയ കത്തിയുണ്ട്. ഓക്കെ, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് കംസ് വിത്ത് ടൈം ആൻഡ് പ്രാക്ടീസ് എന്നാണ്. ഈ പേഴ്സൺ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആസ്ട്രോളജി പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ പേഴ്സൺ സഹായം തേടിയിട്ടുണ്ടാകാം. എവിടെയെങ്കിലും പോയി ജ്യോതിഷം നോക്കുകയോ, അതായത് നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ എവിടെയെങ്കിലും പോയി ജ്യോതിഷം നോക്കുകയോ, അല്ലെങ്കിൽ കവടി നിരത്തി നോക്കുക, അല്ലെങ്കിൽ കൈനോട്ടം, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ സത്യങ്ങൾ ഈ പേഴ്സൺ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സന്റെ കോൺഫിഡൻസ് നല്ല രീതിയിൽ തന്നെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പെപ്പർ സ്പ്രേ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എന്തെങ്കിലും കത്തിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബ്ലൈഡോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യും. എന്തിനാണ്? നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സണും അത്തരം ഒരു എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കേണ്ടത് ഈ പേഴ്സന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പേടിയുണ്ട്, മനസ്സിൽ ഭയമുണ്ട്, എല്ലാം ഉണ്ട്, ആങ്സൈറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നങ്ങളെ എങ്ങനെയെങ്കിലും മറികടക്കാൻ വേണ്ടിയിട്ട്. അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് കോൺഫിഡൻസ് ആണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. അത് കോൺഫിഡൻസ് എന്നുള്ളത് മാത്രം പോരാ, ആ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ നമ്മളൊക്കെ ഈ പറയുന്ന പോലെ ഒരാളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ എന്താ പറയുക സേഫ്റ്റിയാണ് ഉപയോഗിക്കേണ്ടത് അതെല്ലാം തന്നെ ഈ പേഴ്സൺ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജിയിൽ നിന്നും നല്ല രീതിയിൽ തന്നെ രക്ഷ നേടാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്തൊക്കെയോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് മന്ത്രങ്ങൾ ഉച്ചാടനം ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ശത്രുക്ഷയം സംഭവിക്കാൻ വേണ്ടിയിട്ട്, ശത്രുക്കൾ നശിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥനകളോ സേഫായിട്ട് അവനവൻ്റെ എനർജി സേഫ് ആക്കി വെക്കാനും ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ കേൾക്കാൻ പാടില്ലാത്ത കാര്യം, അല്ലെങ്കിൽ ഇതുവരെയും മനസ്സിൽ വിചാരിക്കാത്തത് പോലും അല്ലാത്ത എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിലൂടെ ഈ പേഴ്സണ് പലതരത്തിലുള്ള വഴിത്തിരിവുകൾ, തീരുമാനങ്ങൾ, പുതിയ അറിവുകൾ, പക്വത ഇതെല്ലാം തന്നെ വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും ചില സമയത്ത് സംശയം തോന്നിയിട്ട് ഈ പേഴ്സന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റാരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്, ഇതിലെന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും ഈ പേഴ്സൺ എന്താണ് വിലക്കെടുക്കാനോ അല്ലെങ്കിൽ വില കൽപ്പിക്കാനോ നിങ്ങളുടെ അഭിപ്രായം അംഗീകരിക്കാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ ശ്രമിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ റിലേഷൻഷിപ്പിന്റെ എനർജീസ് എന്താണ്? ഈ റിലേഷൻഷിപ്പിന്റെ എനർജി ഇപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഓക്കെ,
ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെയധികം അകലത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. കാരണം ഇപ്പൊ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നില്ല. നിങ്ങളാണെങ്കിലും ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. മനഃപൂർവ്വമാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. കാരണം ഈ റിലേഷൻഷിപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രണയവുമില്ല, ഇവിടെ പ്രണയം ഒട്ടും തന്നെ ഇല്ല. അറ്റ് ദ സെയിം ടൈം ഇവിടെ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞു വരുന്നു. മനസ്സിലായോ? അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. കാരണം പോസിറ്റീവും ഇല്ല, നെഗറ്റീവും ഇല്ല. ഇപ്പൊ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടാത്തത് കൊണ്ടും നേരിട്ട് സംസാരിക്കാത്തതും അല്ലെങ്കിൽ ഈ നിങ്ങൾ രണ്ടുപേരും ഫോണിൽ കൂടെ ചാറ്റ് ചെയ്യാത്തതും കണക്ട് ചെയ്യാത്തത് കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പ്രണയബന്ധം വളരെയധികം കുറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രണയബന്ധത്തിൽ എത്രത്തോളം പ്രണയത്തിന്റെ തീവ്രതയുണ്ട് എന്ന് ചോദിച്ചാൽ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പേഴ്സണ് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പേടിയുണ്ട്. നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അതേസമയം തന്നെ ശത്രുക്കളുടെ എനർജിയും വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രണയത്തിന്റെ എനർജിയും ശത്രുക്കളുടെ എനർജിയും ഇവിടെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വരുന്നു. പക്ഷേ ഈ ഒരു കുറഞ്ഞ വരവിനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ശത്രുക്കളുടെ എനർജി കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ സ്നേഹം, ഡെഡിക്കേഷൻ അത് നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചാൽ തന്നെ വർദ്ധിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നെഗറ്റീവും കുറഞ്ഞു വരുന്നു, പോസിറ്റീവും കുറഞ്ഞു വരുന്നു. പക്ഷെ പോസിറ്റീവ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷെ നെഗറ്റീവ് എനർജി അങ്ങനെയല്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ്, സ്പിരിച്വൽ പ്രാക്ടീസസും കൂടി ചെയ്യുമ്പോഴാണ് അവിടെ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജിയെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നെഗറ്റീവ് എനർജി കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പോസിറ്റീവ് എനർജി വർദ്ധിച്ചോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കുറേ നാളുകളായിട്ട് നേരിട്ട് കണ്ടുമുട്ടാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. ഇപ്പൊ പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾ ആ പേഴ്സണെ കാണാൻ വേണ്ടിയിട്ടും പല സമയത്തും പല പ്രാവശ്യവും നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതിനുള്ള സന്ദർഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാകാം. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾക്കത് പറ്റണില്ല. ഓക്കെ, അത് ഈ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. ഓക്കെ, പക്ഷെ ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് എനർജിയും കുറഞ്ഞു വരാനായിട്ടാണ് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവ് എനർജി കാണാൻ സാധിക്കും. യെസ്, ഈ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നവരെന്ന് വെച്ചാൽ പ്ലേയിങ് ഇറ്റ് സേഫ് എന്നാണ്. അതായത് അവനവന്റെ സേഫ്റ്റി മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അതായത് ഈ പേഴ്സൺ ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരുന്ന എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ കാരണം നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്, ഈ റിലേഷൻഷിപ്പിന് ബുദ്ധിമുട്ടുണ്ടാകരുത്, ഈ പേഴ്സണും സ്വന്തമായിട്ട് നെഗറ്റീവ് ഒന്നും വരരുത്. അങ്ങനത്തെ ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ശത്രുക്കൾ ഉണ്ടായത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മര്യാദക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ അങ്ങനെ ഒരു സേഫ് ആയിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. സേഫ് പ്ലേ ആണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് മുന്നോട്ട് വന്നാൽ മാത്രമേ, മുന്നോട്ട് തൻ്റെ ഇടത്തോടു കൂടി ഇറങ്ങി വന്നാൽ മാത്രമേ ഇവിടെ വിജയം സൃഷ്ടിക്കാനാവുകയുള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പേഴ്സണ് പണ്ട് മുതൽ തൊട്ട് തന്നെ ഫൈറ്റ് ചെയ്യാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. എന്ത് കാര്യത്തിനും അതിന് കീഴടങ്ങുക. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ കീഴടങ്ങിയിട്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോവുകയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പൊതുവെയുള്ള സ്വഭാവം അങ്ങനെ തന്നെയാണ്. അത് പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പേഴ്സന്റെ പേഴ്സണൽ ജീവിതത്തിലാണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും എല്ലാത്തിലും ഈ പേഴ്സൺ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ പേഴ്സന്റെ തലയിൽ കയറി നിരങ്ങിയിട്ടുണ്ട്, ഈ പേഴ്സനെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പേഴ്സനെ കംപ്ലീറ്റ് ആയിട്ട് പെടുത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ വേറൊരു എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രതിസന്ധികളുടെ മുന്നിൽ പ്രതിസന്ധികളെ പേടിച്ച് ഓടിക്കളയാനുള്ളതല്ല, പകരം ആ പ്രതിസന്ധികളെ മറികടക്കുകയാണ് ചെയ്യേണ്ടത്. ഡിഫൻസ് ആണ് ഏറ്റവും വലിയ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ, കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു.
കാരണം സേഫ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്നും കംഫർട്ട് സോണിൽ തന്നെ നിൽക്കേണ്ടി വരും. എപ്പോഴാണ് ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിലായിരിക്കും വിജയം കണ്ടെത്താനാകുന്നത്. വിജയം, സ്വാതന്ത്ര്യം, സന്തോഷം, റൊമാൻസ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതെല്ലാം നേടിയെടുക്കണമെങ്കിൽ കംഫർട്ട് സോൺ ഉറപ്പായിട്ടും ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതലും ഒരു നെഗറ്റിവിറ്റി ആയിട്ടുള്ള ഒരു ലേഡീനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇത് മേ ബി ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കൂടോത്തർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദൃഷ്ടിദോഷം, ശത്രു, അങ്ങനത്തെ എനർജിയാണ് കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലും നിങ്ങളുടെ ശത്രു ആകാൻ സാധ്യത ഒരു സ്ത്രീയാണ്. സ്ത്രീയുടെ എനർജിയാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇവർ കുറച്ചും കൂടി ഒരു തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ഒക്കെ ആയിട്ടുള്ള ഒരു ലേഡിയും കൂടിയാണ്. കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ലേഡിയാണ്. എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഉൾജ്ഞാനം, മനസ്സിൽ പെട്ടെന്ന് ഒരു അറിവ്, അതായത് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുമ്പോൾ അവരെ പറ്റി പെട്ടെന്ന് അറിവ് കിട്ടുക, അല്ലെങ്കിൽ എന്തൊക്കെയോ മനസ്സുകൊണ്ട് പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റുക, അങ്ങനത്തെ പ്രത്യേക കഴിവുള്ളൊരു ലേഡിയുടെ എനർജിയും കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊരു പക്ഷേ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സൻ്റെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലേഡി ആയിരിക്കാം. ഇനി അതല്ല നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു ലേഡി ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കുറച്ച് ഉള്ളറിവുണ്ട്, അതായത് മനസ്സിൽ വരുന്ന പല കാര്യങ്ങളും, അതായത് കുറച്ച് മാനിഫെസ്റ്റേഷൻ പവർ കൂടുതലുള്ള ഒരു സ്ത്രീ ആയിട്ട് കാണിക്കുന്നു. പക്ഷെ ഇവർ ആ മാനിഫെസ്റ്റേഷൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം അസുരഗണമാണ്. അസുരഗണമായതുകൊണ്ട് തന്നെ അസുരന്റെ ഇതെന്താണ്, നശിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ളൊരു ലേഡി ആയിട്ട് കാണിക്കുന്നു. പക്ഷെ ഇവരുടെ എനർജി വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഈ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ അപ്ഡേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതായത് എല്ലാ കാലത്തും എല്ലാവർക്കും വിജയിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്നും ശത്രുക്കൾക്ക് മാത്രം വിജയിക്കാൻ പറ്റില്ല. നീതിമാന്മാരായ വ്യക്തികൾക്കും കാലചക്രം ഒരു അവസരം കൊടുക്കും, ഡാം ഷുവർ. അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയാ, ഇവിടെ ഈ ഒരു ലേഡിയുടെ എനർജി വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഈ റിലേഷൻഷിപ്പിന്റെ കംപ്ലീറ്റ് എനർജി നോക്കുകയാണെങ്കിൽ സ്പിരിറ്റ് ഓഫ് ദ നോർത്ത് ആണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത് വിജയങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പൊ നോർത്തിന്റെ എനർജി പോലും ഒരു ആകർഷണമാണ്. ഇപ്പൊ നോർത്ത് എന്ന് പറയുമ്പോൾ നോർത്തിന്റെ ആ ഒരു ദിശ, നോർത്ത് ഡയറക്ഷൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും സ്പിരിറ്റ് ഓഫ് ദ നോർത്ത് എന്ന് പറയുമ്പോൾ വിജയത്തെയും വളരെയധികം ആകർഷണത്തെയും സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നോർത്ത് ഡയറക്ഷനിലേക്ക് അഭിമുഖമായിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾ ആ പ്രാർത്ഥനയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഫലം കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ എപ്പോഴും കിഴക്കോട്ട് ദർശനമാക്കിയിട്ട് ഇരുന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാറ്. ഇപ്പൊ പ്രാർത്ഥിക്കുകയാണെങ്കിലും, ഇപ്പൊ വിളക്കത്തിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെ എന്ത് കാര്യങ്ങളൊക്കെ ആണെങ്കിലും കിഴക്കോട്ട് ദർശനമാക്കിയിട്ടാണ് ചെയ്യാറ്. പക്ഷെ ഇതിപ്പോ നിങ്ങൾ ഈ ഒരു നോർത്ത് ഡയറക്ഷനിലേക്ക്, അത് എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല, വല്ലപ്പോഴും മതി, നോർത്ത് ഡയറക്ഷനിലേക്കൊക്കെ തിരിഞ്ഞിരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്ത്രമോ ജസ്റ്റ് ഓം നമ ശിവായ ആയാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു ഇതിന്റെ ഓവറോൾ എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ എത്രമാത്രം ഈ ഒരു പേഴ്സണെയും റിലേഷൻഷിപ്പിനെയും ആകർഷിക്കുന്നുവോ, എത്രമാത്രം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുവോ അത്രയും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, അത് നിങ്ങൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഭാവിയിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ട്. നിങ്ങളുടെ ആരോഗ്യപരം, ഇപ്പൊ നിങ്ങളുടെയും ഈ പേഴ്സന്റെയും കാര്യം പറയുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ടാണെങ്കിലും സമാധാനപരമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള മെച്ചപ്പെടലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, കൃത്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മടക്കിയെടുത്ത് പോക്കറ്റിൽ വെക്കേണ്ടി വരില്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഓവറോൾ എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ധാരാളം തിരിച്ചറിവുകളാണ്, ഒരുപാട് തിരിച്ചറിവുകളാണ്. പല സത്യങ്ങളും അത് മൂടപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അത് പുറത്തേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും. അതിൽ പലതും പുറത്തേക്ക് ഇതിനോടകം വന്നു എന്നാണ് കാണിക്കുന്നത്. സ്ലീപ്ലെസ് നൈറ്റ്, ചിലപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കാം, പൊളിറ്റീഷ്യൻ ആയിരിക്കാം, ഓവർ പൊസസീവ്നെസ്, നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സന്റെ പൊസസീവ്നെസ് ഉണ്ടാകാം, ലാക്ക് ഓഫ് കെയറിങ്,
ചിലപ്പോൾ നിങ്ങൾ അത്രയും കെയർ ചെയ്യുന്നില്ലായിരിക്കാം. ഈ പേഴ്സൺ ഓർഡിനറി ജോബ്സ്, സാധാരണ ജോലിക്കാരനായിരിക്കാം. ഡാൻസർ ഇത് കിട്ടിയിട്ടുണ്ട്. ഫീലിംഗ് ഓൾവേസ് ഡൗട്ട്, എപ്പോഴും സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അത് ഈ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ്. ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റും ആയിരിക്കാം. സോറി, കാറ്റ് കൊണ്ട് പറന്നു പോണ്. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ ക്ലൂസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.